ADM സാറിനെ അറിയിച്ചിട്ടുണ്ട്. ഉടനെ ചെയ്യുന്നു. ചെയർമാൻ ബേബി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ഗോപൻ സാറ്, അതിന്റെ തുടർ നടപടി എന്ന് പറയുന്നത് ഗംഭീര റാലിയാണ് നടത്തുന്നത്. ഒന്ന് അറിയുവാൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെയും കളക്ടറെയും ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആയതിനാൽ ഇന്നേക്ക് 41 വർഷം കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അത് എങ്ങനെ ത്വരിതപ്പെടുത്തണം, എങ്ങനെ അറിയിക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ സൈൻ ലാംഗ്വേജ് നമ്മുടെ ബഹുമാനപ്പെട്ട അധികാരികൾ പഠിക്കേണ്ടുന്നതിനും അവരെ ബോധവാന്മാരാക്കുന്നതിനും അതനുസരിച്ച് നമ്മളോട് ഇടപെടുവാനും വേണ്ടിയാണ് ഈ ലാംഗ്വേജ് ഇവിടെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതിനായി എല്ലാവർക്കും നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്നും ഒരു അനുമോദനം ലഭിക്കുന്ന രീതിയിൽ, പ്രചോദനം ലഭിക്കുന്ന രീതിയിൽ എല്ലാവരും ബന്ധപ്പെട്ട അധികാരികൾ ഒരു സത്വശ്രദ്ധ ക്ഷണിക്കുന്നു. അതങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ളതായ സംരംഭത്തിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇവര് പലരും നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ട്. ഇത്തരത്തിൽ എല്ലാവരെയും ബോധവാന്മാരാക്കാനും നമ്മുടെ കൊല്ലം ജില്ല മുഴുവനും ഒന്നിച്ച് ഇവരോടൊപ്പം നിൽക്കുവാനുള്ള ഒരു വേദിയാക്കുവാനാണ് നമ്മൾ ഇത്തരത്തിൽ ശ്രമിക്കുന്നത്. ആയതിനാൽ എല്ലാ ഭരണാധികാരികളും ഉണ്ട്. ഞാൻ തന്നെ പലർക്കും ഇവരോട് കൂടി ഇന്റർവ്യൂവിന് പോയിട്ട് ഇവരെ പുറന്തള്ളപ്പെട്ടിട്ടുണ്ട്. ആയതിനാൽ പ്രിയപ്പെട്ട എല്ലാ ഭരണാധികാരികളും ഇവരോട് സഹാനുഭൂതി കാണിക്കണം എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. ഇതിനൊക്കെ മറുപടി നമ്മുടെ പ്രിയപ്പെട്ട അധികാരികൾ കൊടുക്കും. സാമൂഹ്യനീതി ഓഫീസർ ഹരികുമാർ സാറിനെ ഈ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യും. പിന്നീട് നമ്മുടെ ദിവ്യ മാഡം ഡോക്ടർ തക്ക സമയത്ത് യഥാസമയത്ത് വരികയും നിങ്ങളോടൊപ്പം സംസാരിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തെയും ഈ സമയത്ത് സ്വാഗതിച്ചു. ഈ സമയത്ത് നമ്മുടെ ഗോവന്മാർ പെട്ടെന്ന് പോകേണ്ടതായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഇതിന്റെ പരിപാടിയിലേക്ക് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ആർദ്രമായി സ്വാഗതിച്ചു. ADM ശ്രീ നിർമ്മൽകുമാർ, നമ്മുടെ ആർദ്രം മിഷന്റെ നോഡൽ ഡയറക്ടർ ഡോക്ടർ ദിവ്യ, സാമൂഹിക ക്ഷേമനിധി ഓഫീസർ ശ്രീ ഹരികുമാരൻ നായർ, മറ്റ് വേദിയിലുള്ള സുഹൃത്തുക്കൾ, ഇതിൻ്റെ പ്രവർത്തകയായിട്ടുള്ള ശ്രീ അനു, മറ്റ് സഹോദരന്മാരെ, സുഹൃത്തുക്കൾ,
എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഇത്രയും പേരെ ഒരുമിച്ച് കാണുന്നത്. ആ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ഈ സൈൻ ലാംഗ്വേജ് ഡേ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഇന്ന് സെപ്റ്റംബർ 23 സൈൻ ലാംഗ്വേജ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. ഡഫ് ആൻഡ് ഡംബ് എന്നുള്ളത് ഇന്ന് ആധുനിക പൗരസമൂഹം കൃത്യമായി തിരിച്ചറിയുകയും അതനുസരിച്ച് അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. ലോക ആംഗ്യഭാഷാ ദിനം ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ട് തന്നെ 7 പതിറ്റാണ്ടുകൾ കഴിയുകയാണ്. അന്തർദേശീയ സംഘടനയുടെ സ്ഥാപനത്തോടനുബന്ധിച്ചാണ് 1950കളിൽ ഈ ഇന്റർനാഷണൽ സൈൻ ലാംഗ്വേജ് ഡേ ആചരിക്കാൻ തീരുമാനിച്ചത്. ഇന്നിപ്പോ സംസ്ഥാനത്ത് ഭിന്നശേഷി വിഭാഗത്തിന് 4% റിസർവേഷൻ ഏർപ്പെടുത്തി. അത് നമ്മുടെ സർക്കാർ സർവീസിൽ മാത്രമല്ല, നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ തൊഴിലിന്റെ പ്രയാസമൊക്കെ സൂചിപ്പിച്ചിരുന്നു. കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിൽ നിയമനം നടത്തണമെങ്കിൽ, സർക്കാർ സ്കൂളുകളിൽ മാത്രമല്ല എയ്ഡഡ് സ്കൂളുകളിൽ നിയമനം നടത്തണമെങ്കിൽ ഭിന്നശേഷിക്കാർക്കുള്ള റിസർവേഷൻ കൃത്യമായി പാലിക്കണമെന്ന് നിബന്ധന വച്ചിട്ടുണ്ട്. പല എയ്ഡഡ് സ്കൂളുകളിലും ഇതിന് അനിവാര്യമായ ഏറ്റവും ആവശ്യമായ ആളുകളെ ലഭിക്കുന്നില്ല എന്നുള്ളതും സത്യമാണ്. അപ്പം നിങ്ങളിൽ നല്ല എഡ്യൂക്കേഷനുള്ള ധാരാളം ആളുകൾ ഇപ്പോഴുണ്ട്. അതുപോലെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞുള്ള എഡ്യൂക്കേഷനിലേക്ക് നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷനെങ്കിൽ, അതായത് ഇത്തരത്തിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ, അതുപോലെ ബന്ധുക്കളിലുണ്ടെങ്കിൽ, സുഹൃത്തുക്കളിലുണ്ടെങ്കിൽ, അടുത്ത ജനറേഷനെങ്കിലും ഇങ്ങനെ കൂടുതൽ ആവശ്യമുള്ള എഡ്യൂക്കേഷനിലേക്ക് മാനസികമായി സവിശേഷതയുള്ളവർ, സംസാരത്തിൽ വ്യത്യസ്തത പുലർത്തുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആളുകളെ വളരെ പരിഹാസത്തോടു കൂടിയാണ് സമൂഹം നോക്കിക്കണ്ടിരുന്നതെങ്കിൽ ഈ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ അവരെ പരിഹസിക്കുകയല്ല, പരിഗണിക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമായി നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. ഞങ്ങളിവിടെ അത്തരം മേഖലകൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്, നിങ്ങളുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലാ പഞ്ചായത്ത് എന്ത് ചെയ്യണം, ഞങ്ങളുടെ നിയമപരമായ പരിധിക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഏത് നിർദ്ദേശം വെച്ചാലും അത് പ്രാവർത്തികമാക്കി തരുമെന്ന് യാതൊരു സംശയം വേണ്ടാനടുത്ത് നിങ്ങൾക്ക് അത് ഉറപ്പു തരികയാണ്. വെറുതെ ഒരു ഉറപ്പല്ല, അത് വളരെ ഉത്തരവാദിത്തോടെ തന്നെ ഉറപ്പു തരിക. അപ്പൊ നിങ്ങളുടെ ഭാരവാഹികൾ നമ്മുടെ സാമൂഹിക ക്ഷേമനിധി ഓഫീസ് പ്രോജക്റ്റിന്റെ ഒരു പ്രോജക്റ്റ് നോട്ട് തയ്യാറാക്കി തന്നാൽ സാമ്പത്തിക പ്രയാസം പറഞ്ഞ് അത് ഒഴിവാക്കില്ല, അത് പരിഗണിക്കുന്നതായിരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. വ്യത്യസ്തമായ കഴിവുകൾ നമ്മൾ ഓരോരുത്തരിലുമുണ്ട്. അത് ഒരു ഏതെങ്കിലും തരത്തിൽ മനുഷ്യർ ഒറ്റപ്പെടുന്ന സാഹചര്യമല്ല ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ആംഗ്യഭാഷയിൽ നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ഒരു പക്ഷേ മനുഷ്യ സമൂഹത്തിൻ്റെ ആദ്യകാലത്ത് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ തന്നെയായി. ശബ്ദങ്ങൾ രൂപപ്പെട്ടു വരുന്നതിന് മുമ്പ്, അക്ഷരങ്ങൾ മാറി തുടങ്ങുന്നതിന് മുമ്പ്, ലിപി ഫോം ചെയ്യുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും സംസാരിച്ചിരുന്നത്, മനുഷ്യരാകെ സംസാരിച്ചിരുന്നത് ആംഗ്യഭാഷയിലാണ്. മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു കവി, അതായത് നമ്മുടെ മഹാകവികളിൽ പെടുന്ന, കവിത്രയത്തിൽപ്പെടുന്ന വള്ളത്തോൾ പൊതുവെ മറ്റുള്ളവരുമായി സംസാരിച്ചിരുന്നത് ആംഗ്യഭാഷയിലാണ്. അദ്ദേഹത്തിന് കേൾവിക്കുറവുണ്ടായിരുന്നു, അദ്ദേഹത്തിന് സംസാരശേഷി ഉണ്ടായിരുന്നില്ല. വേണ്ടത്ര സംസാരശേഷി ഇല്ലായെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വേണ്ടത്ര സംസാരശേഷി ഉണ്ടായിരുന്നില്ല. കേൾവിക്കുറവ് നന്നായിട്ട് ബാധിച്ചിരുന്നു.
അതുകൊണ്ട് അദ്ദേഹം തന്നെ വലിയ മുൻകൈയെടുത്ത് വികസിപ്പിച്ച ഒരു കലാരൂപമാണ് കഥകളി. കഥകളിക്ക് ആംഗ്യ ഭാഷയിലാണ്, മുദ്രകളിലാണ് കഥകളി സംസാരിക്കുന്നത്. 26 മുദ്രകൾ എന്നത് രൂപീകരിക്കുകയും വള്ളത്തോൾ നാരായണ മേനോൻ ആ കലാമണ്ഡലത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന് നല്ല ബഹുലത ബാധിച്ച യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ബിഥോവനെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്കായിരിക്കും എന്നെക്കാൾ അത് കൂടുതൽ അറിയാവുക. നിങ്ങൾ പല ക്യാമ്പുകളിലും ബഹിരാകാശ പേടകം ആകാശത്തേക്ക് വിക്ഷേപിക്കുന്നു. അതിപ്പോ അതിന് 50 കൊല്ലമായി ബഹിരാകാശത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 20,000 കോടി കിലോമീറ്ററാണ് അത് സഞ്ചരിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ തത്തുല്യമായി ഒരു ബഹിരാകാശ പേടകം അയച്ചത് ഹബിൾ ടെലിസ്കോപ്പ് എന്ന ടെലിസ്കോപ്പാണ്. ഈ ഹബിൾ ടെലിസ്കോപ്പിനകത്ത് പ്രധാനമായിട്ട് റെക്കോർഡ് ചെയ്ത് അയച്ചിട്ടുള്ളത് ബിഥോവന്റെ സംഗീതമാണ്. ഇത് ലോകത്ത് മനുഷ്യരാശി പോലെ എവിടെയെങ്കിലും ജൈവ ബിന്ദുക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഭൂമിയിൽ ഇങ്ങനെ ശബ്ദമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഈ ബിഥോവന്റെ പ്രത്യേകത, ബിഥോവൻ സംസാരിക്കില്ലായിരുന്നു, ബിഥോവന് കേൾക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷെ സംസാരിക്കാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത ബിഥോവൻ എങ്ങനെയാണ് ലോകത്തെ മനുഷ്യരാശി ആകെ ഇളക്കി മറിച്ച മ്യൂസിക് സൃഷ്ടിച്ചത് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ അത്ഭുതമായി തോന്നുകയാണ്. അതുകൊണ്ട് ബധിരത എന്നുള്ളത് ഒരു കുറവല്ല, സംസാരശേഷിയില്ല എന്നുള്ളത് കുറവല്ല, അത് നിങ്ങളുടെ സാധ്യതയാണ് എന്നുള്ളത് നിങ്ങൾ സന്തോഷത്തോടു കൂടി തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു പരിമിതിയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരിമിതമല്ലാത്തൊരു കാര്യമാണ്, നമ്മുടെ സാധ്യതയാണ്. ലോക ജനസംഖ്യയിൽ ഏതാണ്ട് 7 കോടി ആളുകളാണ് ബധിരതയോ അല്ലെങ്കിൽ സംസാരിക്കാനോ ശേഷിയില്ലാതെ ഉള്ളത്. ലോകത്താകെ 800 കോടി ജനങ്ങളാണ്. 7 കോടി എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരിലെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. കേരളത്തിലെ ജനസംഖ്യയുടെ ഇരട്ടിയാണ്. കേരളത്തിലെ ജനസംഖ്യ 3.5 കോടിയാണ്. സിംഗപ്പൂർ ജനസംഖ്യ 5 കോടിയിലധികമാണ്. അപ്പോൾ ലോകത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രത്തിൻ്റെ അത്ര ജനസംഖ്യ ഈ സംസാര പ്രയാസമുള്ളവരും അല്ലെങ്കിൽ കേൾവിക്ക് പ്രയാസമുള്ളവരുമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭൂമുഖത്ത് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ മറ്റുള്ളവരുമായി ചേർന്ന് നിൽക്കുന്നവരാണ്. നിങ്ങളുടെ ഒന്നും തന്നെ ഒരു പരിമിതിയല്ല, അത് സാധ്യതകളാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു ഉറച്ച സ്ഥാനമുണ്ട്. ആ പൊസിഷൻ കീപ്പ് ചെയ്യുന്നതിന് നിങ്ങളുടെ സംഘടനാപരമായ ബലം ഉപകരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രൊമൈസസിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള സന്മനസ്സുണ്ടായതിൽ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുഭവത്തോടു കൂടി ഇന്നത്തെ ഈ ആംഗ്യഭാഷാ ദിനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമ്മുടെ പരിപാടിയിൽ വന്നെത്തിച്ചേർന്നതായ പ്രിയപ്പെട്ട കൊല്ലം സിറ്റി ശ്രീ നസീർ സാർ അദ്ദേഹം വന്നു. അദ്ദേഹത്തെ അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, ശ്രീമതി ശ്രീജ. ഇന്നത്തെ ഈ ബോധവൽക്കരണ പരിപാടി യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന ശ്രീ ബേബി മാത്യു, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നൽകിയ ഗോപൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീജ ഹരീഷ്, സാമൂഹ്യ നീതി ഓഫീസർ ശ്രീ ഹരി, ACP ശ്രീ നസീർ, ഡോക്ടർ ദിവ്യ അടക്കം പ്രിയപ്പെട്ടവർ, മൗനം വാചാലമാകുന്ന ഒരു ദിവ്യമുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറെ സന്തോഷമുണ്ട് ഇത്തരത്തിലൊരു യോഗത്തിൽ നിന്ന്. ശബ്ദ കോലാഹലങ്ങളില്ല, ബഹളങ്ങളില്ല, മുദ്രാവാക്യങ്ങളില്ല, നിശബ്ദമായി നമ്മുടെ ഈ ലാംഗ്വേജിൻ്റെ, ഈ ലിപിയുടെ, ഈ ആംഗ്യ ഭാഷയുടെ ഒരു പ്രത്യേകതയെ സെപ്റ്റംബർ 21 UN അംഗീകരിച്ച് ആംഗ്യഭാഷാ ദിനമായി ലോകമെമ്പാടും ആചരിക്കപ്പെടുന്നു. അതിലെ ഒരു കൊല്ലം ചാപ്റ്റർ ഇത്തരത്തിലൊരു മഹത്തായ സംരംഭം സംഘടിപ്പിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ ഈ ഒത്തുചേരലാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ചിതറി നിൽക്കുന്ന ഇത്തരത്തിലുള്ളൊരു സമൂഹം ഈ ഒരു ദിവസത്തിൻ്റെ ആഘോഷത്തിനായി ഒരു പ്രത്യേക സ്ഥലത്ത് ഒത്തുചേരുന്നു. അവിടെ നിങ്ങളത് നേരിൽ കണ്ട് നിങ്ങളുടെ വികാര വിചാരങ്ങൾ, ചിന്താധാരകളൊക്കെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, കൃത്യമായി കൈമാറുന്നു. അതിലൂടെ
നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അധികം ഇവിടെ എത്തിച്ചേർന്ന ഓരോ മുഖത്ത് നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ളവർ ഇത്തരം കൂട്ടായ്മകൾ വളരെ കാര്യക്ഷമമായി കൈകാര്യം. നമുക്കറിയാം എത്രയായാലും ചില രോഗങ്ങളുള്ളവരടക്കം കുറെ കഴിയുമ്പോൾ കിടപ്പ് രോഗികളുടെയൊക്കെ അവസ്ഥ അവർക്ക് അറിയാവുന്ന അവരൊക്കെ ഒറ്റപ്പെട്ടു പോകും. അവരോട് സമ്മതിക്കുന്നവർ പക്ഷെ ഒരു കട്ടില് മാത്രമായിരിക്കും. സ്വന്തം കുടുംബക്കാർ പോലും ഒരു പരിധി കഴിയുമ്പോൾ അതിൽ നിന്ന് പതുക്കെ വിട്ടുപോകുന്നതാണ്. അപ്പൊ അവരവരിലേക്ക് ചുരുങ്ങി ഒന്നായി മാറുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഉള്ളൊരു മോചനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ്. ഇതിനെ ശക്തിപ്പെടുത്തലാണ്. ഇത് സഗൗരവം തന്നെ കണ്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പുതിയ കുട്ടികളടക്കം ഇതിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്. ഇവിടെ തന്നെ നമുക്കറിയാം നല്ല പ്രായമുള്ളവരുണ്ട്, കൊച്ചു കുട്ടികളടക്കം എത്തിച്ചേർന്ന് ഇതൊരു നല്ല ഉദ്ദേശമാണ് നമ്മുടെ മുന്നിലേക്ക് തരുന്നത്. നല്ലൊരു സൂചനയാണ് നൽകുന്നത്. അത്തരത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടെ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് നിങ്ങളുടെ പ്രൊജക്ട് ഏറ്റെടുക്കാൻ തയ്യാറാണ്. കൃത്യമായി അത് അറിയുന്നവരെ കുറിച്ച് അത്തരത്തിലുള്ള പ്രൊജക്ട് തയ്യാറാക്കുക. മാലാക്കക്കൂട്ടം അടക്കം സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുള്ളതാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത്. അപ്പൊ തീർച്ചയായും കൊല്ലം ജില്ലാ പഞ്ചായത്തിന് അത്തരത്തിലുള്ള ആർജവമുണ്ട്. കൃത്യമായൊരു പ്രൊജക്ട് അത് അറിയുന്നവരെ വെച്ച് നിങ്ങൾ തയ്യാറാക്കി ജില്ലാ പഞ്ചായത്തിന് സമർപ്പിക്കുക, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സമർപ്പിക്കുക. തീർച്ചയായും അതിനൊരു പരിഹാരം ഉണ്ടാവും. ആ സാധ്യതകൾ നിങ്ങൾ മുന്നിലേക്ക് പുറത്തുവിടുകയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കമ്മിറ്റിയുടെ ഭാരവാഹികളിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിൽ എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ശ്രീമതി ശ്രീജ ഹരീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. പരിപാടിയുടെ പ്രിയപ്പെട്ട അധ്യക്ഷനം ചെയ്ത പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ, ഇവിടെ ആശംസ അറിയിച്ച പ്രിയപ്പെട്ട നന്ദകുമാർ അടക്കം ഏരിയയിലും സദസ്സിലുമുള്ള ഏറെ പ്രിയമുള്ളവരെ, ഇന്ന് സെപ്റ്റംബർ 23 അന്തർദേശീയ ആംഗ്യ ഭാഷാ ദിനത്തിൽ ഇവിടെ ഒത്തുചേരാനായിട്ട് തീരുമാനിച്ച എൻ്റെ പ്രിയപ്പെട്ടവരെ ആദ്യം അഭിനന്ദിക്കുകയാണ്. കാരണം ഏതൊരു പരിപാടി, നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്ന നമുക്കറിയാം ഒരു വേദിയിൽ നിന്നുണ്ടാകുന്ന നിരവധിയായ ബുദ്ധിമുട്ടുകൾ. പക്ഷേ വളരെ സന്തോഷത്തോടെയുള്ള മുഖങ്ങൾ കണ്ടുകൊണ്ട് ഇപ്പുറത്തിരിക്കുന്നവർക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഒരു വേദി ഒരുക്കി തന്നവരാണ് നിങ്ങൾ. ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് നിരവധിയായ വ്യത്യസ്തങ്ങളായ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് മുന്നേറുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിയുന്നതിനായിട്ട് കൊല്ലം ജില്ലാ പഞ്ചായത്ത് നിങ്ങളുടെ ഒപ്പമുണ്ട്. അതനുസരിച്ചുള്ള പ്രോജക്റ്റുകൾ പുതിയ ഒത്തുചേരൽ, കൂടിച്ചേരൽ എന്ന് പറയുന്നത് എന്നും വ്യത്യസ്തമാണ്. നിരവധി വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ ആ ഒരു കൂടലിന് വലിയ പ്രത്യേകതയുണ്ട്. അത് സംഘടിപ്പിക്കുന്നതിനും അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഈ വേദിയിൽ പറഞ്ഞുകൊണ്ട് പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ച് എൻ്റെ വർത്തമാനം. അടുത്തതായി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ACP A. നസീർ സർ. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ബേബി മാത്യു സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ സാർ, നന്ദകുമാർ സാർ, വേദിയിലുള്ള ബഹുമാനപ്പെട്ടവരെ, അതിലേറെ സദസ്സിലുള്ള അന്തർദേശീയ ആംഗ്യഭാഷാ ദിനത്തിന്റെ ഭാഗമായിട്ട് കൊല്ലം ചാപ്റ്റർ ഒത്തുകൂടൽ വളരെ ഇതിന്റെ ഭാരവാഹികൾ വളരെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഓർഗനൈസ് ചെയ്ത എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പി കെ ഗോപൻ സാറ് അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ ഏറ്റെടുക്കലൊക്കെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന പോലെ തന്നെ നമ്മുടെ പോലീസിന്റെ, കേരള പോലീസിന്റെ ജില്ലാ പോലീസ് യൂണിറ്റിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ സഹായം
എല്ലാവരും ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത് നോഡൽ ഓഫീസർ ഡോക്ടർ ദിവ്യ മാം ഉണ്ട്. ബാക്കി എല്ലാവരും അവരുടെ ഓഫീസുകളിലായാലും ഹോസ്പിറ്റലുകളിലായാലും ഇന്റർപ്രറ്റുള്ള ഗവൺമെന്റ് എംപ്ലോയീസ് ഇടപെട്ട് നമുക്ക് അതിന് വേണ്ടുന്ന ഹെൽപ്പ് ചെയ്തു തരണമെന്ന് നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഡെഫായിട്ടുള്ളവർക്ക് ഇന്റർപ്രറ്റേഴ്സിന് ആവശ്യമുണ്ട്. ആ ഒരു കാര്യം പരിഗണനയിലേക്ക് കൊണ്ടുവരണമെന്ന് നമ്മളുടെ താഴ്മയായി ഓർമ്മിപ്പിക്കുന്നു. കോടതികളിലായാലും പോലീസ് സ്റ്റേഷനുകളായാലും എവിടെ ചെന്നാലും നമ്മൾ കറക്റ്റായിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ ആ പറയുന്ന രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ അവിടെ ആൾക്കാരില്ല. അത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ പേരൻസോ ഫാമിലിയോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവണമെന്നില്ല. അതേസമയം ഇന്റർപ്രറ്റേഴ്സിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പല അവസരങ്ങളിലും നമ്മൾ പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ട് വേറെ കാര്യങ്ങളായിട്ട് വ്യാഖ്യാനിച്ച് സിറ്റുവേഷൻ വഷളായ അവസരങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇനിയെങ്കിലും ഒരു മാറ്റം വരണം, ഇന്റർപ്രറ്റേഴ്സിനെ കൊണ്ടുവരണം എന്ന് ഓർമ്മിക്കുന്നു. സൈൻ ലാംഗ്വേജിനെ മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഗവൺമെന്റിൽ നിന്നും ഗവൺമെന്റ് ഓഫീസുകളിലേക്കും ഒക്കെ നമുക്ക് അതിന് സപ്പോർട്ട് വേണം നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ കൂട്ടത്തിൽ പല കഴിവുകളുള്ളവരുണ്ട്. ഡാൻസിനായാലും സ്പോർട്സിനായാലും കമ്പ്യൂട്ടർ ജോബുകൾക്കായാലും പലവിധ കഴിവുകളുള്ളവരുണ്ട്. നമ്മൾ ബുദ്ധി ഇല്ലാത്തവരെന്നാണ് പഴയ സമൂഹം വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നമുക്ക് കേൾക്കാനും സംസാരിക്കാനും മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി എല്ലാ കഴിവുകളും ഉള്ള വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനൊരു ബോധവൽക്കരണം സമൂഹത്തിന് സൈൻ ലാംഗ്വേജിന്റെ അവയർനെസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ മെയിൻ പ്രശ്നം. ഇതിലേക്ക് എത്തിക്കുക എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഉദ്ദേശം. ഇവിടെ വന്ന് കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പല പ്രോഗ്രാംസുകളായി പല പല സംഘടനകളുമായി ഇത് ഒത്തുചേരാറില്ല. പക്ഷെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഫുള്ള് നമ്മുടെ രണ്ട് കൈകൊണ്ടുള്ളതാണ്. പുള്ളിക്കാർക്ക് ലേബർ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ പരിമിതികളൊക്കെ കടന്നുകൊണ്ട് ലേബർ ഓഫീസിൽ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇന്റർനാഷണൽ സൈൻ ലാംഗ്വേജ് ഡേ ആയ ഇന്ന് ഈ ഒരു വീക്ക് 22 തൊട്ട് 28 മുതൽ നമ്മൾ സൈൻ ലാംഗ്വേജ് വീക്ക് ആയിട്ട് ആചരിക്കുന്നു. അവർക്കും ഒരു ബോധവൽക്കരണം കൊണ്ടുവരികയാണ് നമ്മുടെ ഉദ്ദേശം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പല പല ഓഫീസുകളിലും ഇന്റർപ്രറ്റേഴ്സ് ഇല്ല. ഇന്റർപ്രറ്റേഴ്സിന്റെ ഇല്ലായ്മ നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒന്നായി സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇന്റർപ്രറ്റേഴ്സിനെ അവൈലബിൾ ആക്കുക. അല്ലെങ്കിൽ കൂടി എല്ലാവരും സൈൻ ലാംഗ്വേജ് കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. താങ്ക് യു. കേരള കൺസോർഷ്യത്തിന്റെ ഭാഗമായി സ്പോർട്സ് അസോസിയേഷൻ, വെൽഫെയർ അസോസിയേഷൻ, വുമൻസ് അസോസിയേഷൻ അങ്ങനെ പല സംഘടനകൾ കൂടി കൊല്ലം യൂണിറ്റ് ആണ് ഇങ്ങനെ ഒരു അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡെഫ് ആയിട്ടുള്ള എല്ലാവർക്കും സൈൻ ലാംഗ്വേജ് ഇംപ്രൂവ് ആകണം. നമ്മുടെ ഗവൺമെന്റിലും അതുപോലെ സൈൻ ലാംഗ്വേജ് ഡേ ആചരിക്കണം. ഗവൺമെന്റിലുള്ള ഓരോ വ്യക്തികളും സൈൻ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ അവയർനെസ് പ്രോഗ്രാമിന്റെ ഉദ്ദേശം. ഫ്യൂച്ചറിലെങ്കിലും കലണ്ടറിലും അതുപോലെ സൈൻ ലാംഗ്വേജിനെ അടയാളപ്പെടുത്തി കാണണം എന്നാണ് ഡെഫ് സമൂഹത്തിന്റെ ആവശ്യം. നമുക്ക് 23rd സെപ്റ്റംബർ സൈൻ ലാംഗ്വേജ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയണം. നമ്മൾ പല ഓഫീസുകളിൽ സമീപിച്ചിട്ടും എല്ലായിടത്തുനിന്നും അവോയ്ഡ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനിയെങ്കിലും അതിനൊരു മാറ്റം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ കൂടെ ഇത്രയും നേരം ഇരിക്കുന്ന ദിവ്യ മാഡത്തിന് വളരെ നന്ദി അറിയിക്കുന്നു. ബഹുമാനരായ
റോഡിന്റെ തടക്കം നിന്ന് വാ കൊണ്ട് വിളിച്ചു പറഞ്ഞാൽ കേൾക്കത്തില്ല, ഭാഷയോടെ കാണിക്കും. അപ്പം ഈ ആംഗ്യ ഭാഷ ഇതിലെ സമൂഹത്തിന്റെ കടക്കാമ്പയത്തോടെ നമ്മുടെ ഇംഗ്ലീഷും മലയാളം പിന്നെ അങ്ങനെ പോലെ ആ ലോകത്തിലുള്ള മൊത്തം ഭാഷയും ഉൾപ്പെടുന്ന ഒരു ഭാഷയാണ് ആംഗ്യ ഭാഷ. അത് നമ്മൾ ജന്മനാലുണ്ടായ വയ്യാത്ത ഒരു ശിശുവായിട്ടിരിക്കും. അപ്പൊ നമ്മുടെ കുഴപ്പമാണ് നമ്മുടെ അമ്മ ആ ഗർഭകാലം കൃത്യമായി പരിപാലിക്കും. അതിന്റെ ഭാഗമായി നമ്മൾ ആ ബദിരമുഖരുടെ ഒരു ഭാഷയല്ല സംസാരിക്കാനും ദൂരെ നിന്ന് നമ്മൾ ദൂരെ നിൽക്കുന്ന ഒരാളോട് നമ്മൾ സംസാരിക്കുന്നതാണ് ആഗ്രഹം. അപ്പം നമ്മുടെ മാത്രം ഭാഷയായിട്ട് കാണരുത്. ഇവിടെ വന്ന വിശിഷ്ട വ്യക്തികൾക്കും അതൊരു ഭാഷ തീർച്ചയായിട്ടും കൈകരുത്. നമ്മൾ സർക്കാർ ഓഫീസുകളിലെല്ലാം തീർച്ചയായിട്ടും ആംഗ്യ ഭാഷ വേണം. ഇത് സർക്കാർ ഓഫീസ് ചെല്ലുമ്പോൾ ആ ആംഗ്യം കൊണ്ട് വെള്ളം കൊണ്ട് ചില കാണിക്കുന്നത് നമ്മുടെ നാക്കെന്ന് പറയുന്നത് വെള്ളം, നമ്മുടെ ചെവി എന്ന് പറയുന്നത് കാണ്. ഇത് രണ്ടും മറ്റ് വിശിഷ്ട വ്യക്തികളും അതേപോലെ കേൾക്കാവുന്നവരും അത് തീർച്ചയായിട്ടും അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കണം. തീർച്ചയായിട്ടും ഗവൺമെന്റ് തലങ്ങളിലും ബോധവാന്മാരാകണം. നമ്മൾ ഈ ആംഗ്യ ഭാഷ ദിനം ഈ മൂല്യത്തിൽ നടത്തിയത് ശരിയായി. നമ്മൾ ഓപ്പണായിട്ട് നടത്തണമായിരുന്നു, പൊതുജനങ്ങളെ അറിയിക്കണമായിരുന്നു. എന്ന് പറഞ്ഞില്ല. ഇവിടെ നമ്മൾ 4 പേര് പറഞ്ഞു, ഇവിടെ വന്ന 4 പേര് പറഞ്ഞാൽ അത് അങ്ങോട്ട് യാതൊരു കാര്യമില്ല. ഇന്ന് എനിക്കൊന്ന് ഇച്ചിരി പറയാനുള്ളത് ഒരു നെഗറ്റീവ് കാര്യം, വിരോധമല്ല, ഒരു നെഗറ്റീവ് കാര്യം. എന്താണെന്ന് പറഞ്ഞാൽ ആംഗ്യഭാഷാ ദിനം ആചരിക്കുമ്പോൾ ഒരു സംഘടനയുടെ മാത്രം കുത്തകയാക്കിക്കൊണ്ട് നടത്തിയ പരിപാടിയാണെന്ന് എനിക്ക് പറയാം. ഞാൻ നേരത്തെ വരച്ചിട്ട് പറഞ്ഞത് ഈ കൊല്ലം ജില്ലയിൽ സ്പോർട്സ് സെന്റർ ഉണ്ട്, WOD എന്ന് പറയുന്ന സംഘടന ഉണ്ട്, അങ്ങനെ നിരവധി സംഘടനയുണ്ട്. ഈ സംഘടനയുടെ പാതകളെല്ലാം വിളിച്ചുകൂട്ടി ഒരു രക്ഷാധികാരികളുടെ സഹോദരത്തോടു കൂടി തീർച്ചയായിട്ടും ഇതിൽ നടത്തണം. അല്ലാതെ ഒരു സംഘടനയുടെ മാത്രം പരിപാടിയായിട്ട് ഇത് കിട്ടും. അത് വെച്ചിട്ട് വിഷമം. ഇനി കണ്ടോമ്പേറ്റ സുഹൃത്തുക്കളിൽ വിദുര സുഹൃത്തുക്കളിൽ മേലിൽ ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കാതെ നമ്മളെല്ലാവരും ഒരേതരം ഒറ്റ സഹോദരന്മാരാണ്. പല അമ്മയിൽ നിന്ന് ചിന്തിച്ചവരാണെങ്കിലും കേൾവി മിണ്ടാവയ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരമ്മയിൽ നിന്ന് ജനിച്ചവരായിട്ട് കണ്ടു. നമ്മളെല്ലാവരും ഐക്യത്തോടെ തന്നെ പോകണം. മുമ്പ് ഈ ഐക്യത്തിനകത്ത് കൂടുതൽ അനുഭവിച്ചറിഞ്ഞവരാണ് ഞാൻ. ഒരുപാടല്ല അനുഭവിച്ചറിഞ്ഞവരാണ് ഞാൻ. ഒരു സംഘടന കെട്ടിപ്പടുത്തപ്പോൾ ആ സംഘടനയെ തകർക്കാൻ കൂട്ടിയിടിച്ച് ഇടിച്ചും കുട്ടിയെല്ലാം ഇടിച്ച് പൊട്ടിച്ച് ഇതുപോലുള്ള അനുഭവിച്ചാണ് ഞാൻ. എന്തിനിറങ്ങി വേണ്ടിയാണ് ഞാനിപ്പോഴും ഇറങ്ങും. ആരുടെ കയ്യിൽ നിന്ന് 10 പൈസ എനിക്ക് വേണം. ഞാൻ ഏത് സംഘടനയിലും പോലീസ് കേസായാലും വസ്തു കേസായാലും കുടുംബ സംബന്ധമായ കേസായാലും ഏത് കേസിലും ഞാൻ എനിക്ക് കേൾക്കാൻ പറ്റുന്നത് ഈ വീട്ടിലെ മുഴുവനായിട്ട് അവരുടെ 10 പൈസ ശമ്പളം അങ്ങനെയാണ് മുകളിലാണെങ്കിൽ അവരുടെ മാത്രം നിങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വരും വർഷങ്ങളിൽ ഇങ്ങനെയുള്ള അപാകതകളെല്ലാം മാറ്റി കൃത്യതയോടും കുത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ ഈ സംസ്കാരം ഗവൺമെന്റിൽ അവതരിപ്പിച്ച് ഗവൺമെന്റിൽ കിട്ടുന്നതെല്ലാം പിടിച്ചു വാങ്ങിച്ച് നമുക്ക് വേണ്ടതെല്ലാം ചെയ്ത് വിതര സമൂഹത്തെ കുടുംബത്തെ നല്ല പിങ്ങാട്ടുകൊണ്ട് പോകാം എന്നാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിപ്രായമാണ്. എങ്ങനെയാണ് സൈൻ ലാംഗ്വേജ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് നോക്കാം. Ambassador Said Akbuddin, Permanent Mission of Indian Union.
represent permanent mission of Antigua and Barbuda to the United Nations. Committee, United Nations General Assembly on Thursday, 16 November 2017. UNCRPD ആണ് ഇക്വാലിറ്റി ആൻഡ് സ്പെഷ്യൽ എബിലിറ്റിക്കുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. Officially adopted today 70. അതിൽ ഇന്റർനാഷണൽ സൈൻ ലാംഗ്വേജ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള അപ്രൂവൽ നമ്മൾ നേടിയെടുത്തു. ഇന്ത്യയിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇന്റർനാഷണൽ ഡേ ഓഫ് സൈൻ ലാംഗ്വേജ് സെലിബ്രേറ്റ് ചെയ്യുന്നത് 23 സെപ്റ്റംബർ 2018 ജസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയതേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തത്. ഇദ്ദേഹം NAD പ്രസിഡന്റ് AS നാരായണൻ, ഇദ്ദേഹമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ജൂൺ 2018 ഒരു ലെറ്റർ സമർപ്പിച്ചത്. Honorable Minister of Social Justice and Empowerment മിനിസ്റ്ററിനെ സമീപിക്കുകയും അങ്ങനെ ഒരു അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. ഗവൺമെന്റിൽ നമുക്ക് ആൻസർ ഒന്നും കിട്ടിയില്ല. വീണ്ടും അതിനുവേണ്ടി ട്രൈ ചെയ്തു. ഇന്റർനാഷണൽ ഡേ ഓഫ് സൈൻ ലാംഗ്വേജ് 23 സെപ്റ്റംബർ നമുക്ക് എല്ലാ വർഷവും ആഘോഷിക്കണം എന്നുള്ളത് അതിന്റെ ഭാഗമായി ലേറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അഗ്രീഡ്. റിസർച്ച് ട്രെയിനിങ് സെന്റർ എല്ലാവർക്കും അറിയാലോ. ഇത് അപ്രൂവ് ആയതിന്റെ സെറമണിയുടെ ഫോട്ടോയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. സൈൻ ലാംഗ്വേജ് ഡേ സെലിബ്രേഷൻ.